ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ചെയ്യുന്ന ഡിഷ് ചിക്കൻ നാഗ. എരിവും രുചിയും ഒരേപോലെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഡിഷാണ് ചിക്കൻ നാഗ. അപ്പം നമുക്ക് ചിക്കൻ നാഗ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു 400 ഗ്രാം ചിക്കനാണ് ചിക്കൻ നാഗ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് ഫില്ലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ ചിക്കനെ ഒരു പാനിനകത്തേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് എടുത്ത് നന്നായിട്ട് വറുത്ത് എടുക്കുക. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച്, ഏത് ടൈപ്പ് ചിക്കനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് വേവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വറുത്ത് കോരി എടുക്കുക. ഞാനിവിടെ 400 ഗ്രാം ചിക്കന് വേണ്ടി ഒരു 2 നാഗ ചില്ലി എടുത്തിട്ടുണ്ട്. ലോകത്തിലെ 6ാമത്തെ എരിവ് കൂടിയ മുളകാണ് നാഗ ചില്ലി. അതുപോലെ ടേസ്റ്റ്ഫുള്ളുമാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി, അല്ലെങ്കിൽ 2 എണ്ണം ചേർക്കുക. ഒരു 2 ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 1.5 മുറി സവാള മീഡിയം സൈസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചിക്കൻ വറുത്ത എണ്ണയ്ക്കകത്താണ് 2 ടേബിൾ സ്പൂൺ അടുത്ത എണ്ണ ഉണ്ടാകും. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന, കോഴ്സായിട്ട് അരിഞ്ഞാൽ മതി, നല്ല ഫൈനായിട്ട് അരിയണമെന്നില്ല, അരിഞ്ഞ സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് ആ എടുത്ത് വെച്ചിരുന്ന 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്തതിനകത്ത് 1.5 ടൊമാറ്റോയുടെ സ്ലൈസ് ചെയ്തിട്ടിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2 നാഗാ ചില്ലിയും കൂടെ ഇതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് ഇടുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക, നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ചേർക്കുക. ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല, കാരണം നാഗാ ചില്ലി നല്ല എരിവുള്ള മുളകാണ്. അതിൻ്റെ കൂട്ട് തന്നെ നല്ല ടേസ്റ്റുമുള്ള മുളകാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് മാത്രമേ ചേർക്കാവൂ. എരി നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. അല്ലെങ്കിൽ നാഗാ ചില്ലി 2 എണ്ണത്തിന് പകരം 3 എണ്ണം വേണമെങ്കിൽ ഒരു 400 ഗ്രാം 1/2 കിലോയ്ക്ക് വേണ്ടി ചേർക്കാം. അതിനുശേഷം പാനിനകത്തേക്ക് ഞാൻ ശകലം എണ്ണ എടുത്തിട്ട് ശകലം ജീരകം ഇട്ടിട്ട്, കടുക് ഇടുന്നില്ല, ജീരകമായിട്ട് പൊട്ടിക്കുന്നത്. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഞാൻ ആദ്യം 2 സവാള എടുത്തതിനകത്ത് 1.5 സവാള മാത്രമേ ആദ്യം ചേർത്തിട്ടുള്ളൂ. അരമുറി സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കുക. അതിനുശേഷം ഒരു ക്യാപ്സിക്കം നല്ല ക്യൂബ്സായിട്ട് മുറിച്ച് ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് അതിനെ രണ്ടും കൂടെ വഴറ്റുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റുക. ഒരുപാട് നേരം വേണ്ട, ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് ചെയ്താൽ മതിയാകും. അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടണം നമ്മൾ കറി കഴിക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത ടൊമാറ്റോയുടെ 1.5 മുറിയുടെ ബാക്കി 1/2 മുറി സ്ലൈസ് ചെയ്ത് ടൊമാറ്റോ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത മസാല എല്ലാം മിക്സ് ചെയ്തത് ഒരു ഗ്രൈൻഡറിനകത്തോ മിക്സിക്കകത്തോ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം, പെട്ടെന്ന് തിളച്ച് കഴിയുമ്പോൾ. ഒരുപാട് അതിനകത്ത് ഇട്ട സവാളയോ ക്യാപ്സിക്കോ ഒന്നും വെന്ത് പോകരുത്, നന്നായിട്ടൊന്നും തിളയ്ക്കുക, അത്രയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കറിയുടെ ഗ്രേവി നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. ആ ഗ്രേവി ഒരുവിധം എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പരുവമായി കഴിയുമ്പോഴത്തേന് ആദ്യം വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക 2 മിനിറ്റിൽ. കാരണം ചിക്കനും വെന്തതാണ്, എല്ലാം വെന്തതാണ്. നമ്മളതിൻ്റെ ഒരുപാട് സോഗിയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്നൊന്ന് കുക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ എടുത്തു കഴിഞ്ഞ്
ഈ കറി ഒരു 2 to 3 മിനിറ്റ്സ് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയാൽ മതിയാവും. കറി റെഡിയാവും. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, നാനിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എന്ത് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ നല്ല എരിവും രുചിയും ഒരുപോലെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നാഗ ചില്ലി എന്ന് പറയുന്നത് ഇപ്പം സൂപ്പർ മാർക്കറ്റിലെല്ലാം ലഭ്യമാണ്. പുറത്താണെങ്കിൽ എല്ലായിടത്തും ലഭ്യമാണ്. നാട്ടിലാണെങ്കിൽ തന്നെ സൂപ്പർ മാർക്കറ്റിലെല്ലാം ലഭ്യമാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.